അത് നിന്റെ മാത്രമല്ല എല്ലാവരുടെയും മൂഡ് പോകും പഠിക്കുമ്പോൾ കിട്ടിയ എനിക്ക് കണ്ണ് കാണരുത്. പക്ഷെ വൈകുന്നേരം ഒരു ഐറ്റം ചായക്ക് കഴിക്കാൻ അത്രയും. അതിന്റെ പേര് എന്നാന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇട്ടോട്ടെ. അപ്പൊ ചൂട് കട്ട്ലറ്റും ചൂട് ചായയും. ചൂട് ചായയും. ഞാൻ ഇന്നത്തെ വീഡിയോ പോലും കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചാ കേൾക്കാൻ പറ്റും കേട്ടോ. അതെ അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിട്ടാ തയ്യാറാക്കണം. മുട്ട വെച്ചിട്ടുള്ള ഐറ്റം. ഇരിപ്പുണ്ട് 3 മുട്ട പുഴുങ്ങിയതാ. അതാണോ കഴിക്കാൻ പോണേ? അതെ, ഒരു സവോള, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കാരണം പച്ചമുളക് അധികം വേണ്ടല്ലോ എന്നോർത്ത്. പിന്നെ ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പോരായികയെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് എടുക്കുക. ഇതിന് അരിഞ്ഞതാണ് നല്ലത്. പിന്നെ ബ്രെഡ് വേണം, ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം. പിന്നെ വേണ്ടതൊക്കെ ഞാൻ കാണിക്കാം. വൈറ്റ് ബ്രെഡ് അല്ലേ? ഞാനത് വൈറ്റ് മേടിക്കാൻ പറഞ്ഞിട്ടാ. എപ്പോഴും നമ്മൾ ബ്രൗൺ ബ്രെഡാ കാണിക്കാറ്. അതാണ് ബ്രൗൺ ബ്രെഡ് ഫ്രിഡ്ജിലുണ്ട് കഴിക്കാനായിട്ട്. ഇത് വേറെ ഐറ്റത്തിന് വേണ്ടി വൈറ്റ് ബ്രെഡ് മേടിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ ഇതില് എഗ്ഗ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഒന്ന് ചെയ്ത് നോക്കാം ചെറുതായിട്ട്. അത് വന്നില്ല എങ്കിൽ കത്തിയും കണ്ടെടുക്കാം കേട്ടോ. വരേണ്ടതാണ്. ഏതായാലും ചെയ്ത് നോക്കട്ടെ കേട്ടോ. കൈ ഒന്ന് ശ്രദ്ധിച്ചോ. കൈയൊക്കെ ശ്രദ്ധിച്ചോളാം. ഇതില് കൈ ശ്രദ്ധിക്കാതിരുന്നാണ് പറ്റിയത്. നോക്കട്ടെ കേട്ടോ. സ്പീഡിൽ ചെയ്തോ. അത് വന്നോളൂ. അവനുണ്ട്. നല്ല സാധനം. അപ്പയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ ഇഷ്ടപ്പെടും. കടിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി. അത് ശരിയാ. പക്ഷെ ഇങ്ങനെ തിന്നാൻ പറ്റൂല്ലോ. തിന്നാൻ പറ്റൂലെന്നല്ല, തിന്നാൻ. പക്ഷെ ഒരു ഐറ്റം ഉണ്ടാക്കാനല്ലേ. അപ്പൊ ഇത് ചാട്ട് മസാല പോലെ വേണമെങ്കിൽ കഴിക്കാം. മുട്ട ഇങ്ങനെ പുഴുങ്ങിട്ടേ ഇങ്ങനെ കുരുകുരു സാലഡിലൊക്കെ ഇടാൻ വേണമെങ്കിൽ ഇടാം. കൈ പോവാതെ നീ പറഞ്ഞ പോലെ സൂക്ഷിക്കണം. ആദ്യമായിട്ടാണ് മുട്ട ഇതിൽ ഗ്രേറ്റ് ചെയ്യണേ. ചീസൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്യാറുണ്ട്. നല്ല സാധനം കേട്ടോ. നല്ല സാധനം കേട്ടോ. നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് സാലഡ് ഉണ്ടാക്കുമ്പോ ഇത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിടാം. ശരിക്കും ചീസ് ഗ്രേറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവരത് പറഞ്ഞത് ഇത് എടുത്തപ്പോ. പക്ഷെ എനിക്ക് തോന്നി പലതിനും ചിലപ്പോ ഉപകരിക്കുന്നു. അതിപ്പോ ഉപകാരമായില്ല. ഏതായാലും അവസാനം വരുമ്പോ കൈയൊന്ന് നോക്കണം. എനിക്ക് ചിലപ്പോ ഈ മുറിവല്ല, മൂർച്ച കൊണ്ട്. സവോള അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. സവോള ആദ്യം അരിഞ്ഞു വെച്ച് പോയിട്ടോ. അതാ സവോള, ഒരു സവോള. എല്ലാം ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴക്കാനൊക്കെ എളുപ്പം ഉണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഇഞ്ചി കേട്ടോ. അതിൻ്റെയൊക്കെ ആരാധകന അപ്പയാ. ഞാൻ ഒട്ടും പച്ചമുളകിന്റെ ആരാധികയല്ല. അപ്പയ്ക്ക് ഒരുപാടൊന്നും ഇഷ്ടമല്ല എരിവ് അങ്ങനെ. കാരണം ഇത് കടിക്കുമ്പോ കിട്ടിയ എന്റെ മൂഡ് മൊത്തം പോകും. അത് നേരെ. അത് ശരി. അത് നിന്റെ മാത്രമല്ല എല്ലാവരുടെയും മൂഡ് പോകും കടിക്കുമ്പോ കിട്ടിയ. എനിക്ക് കണ്ണ് കാണരുത്. പിന്നെ അന്നത്തെ ദിവസം പോയി. അപ്പൊ അതേ ശീലമായി. എനിക്കിഷ്ടമല്ല. 4 മണി ആവണം. അതിന് മുമ്പേ സ്നാക്ക് റെഡി. അല്ല, 5 മണിയാകുമ്പോഴത്തേക്കും ആവുള്ളൂ. ഇത് അങ്ങനെ പെട്ടെന്ന് ആവൂല. ഇത് താമസമുണ്ട്. ഇതിന് പിടിയിന്നാക്കാൻ പറ്റില്ല. പെപ്പർ കേട്ടോ. പോരെ, മതി. വേറൊരു സംഗതി ചെയ്യാനുണ്ട്. 2 പീസ് ബ്രെഡിങ് എടുക്കുക. ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. മിക്സ് ചെയ്തതാ. ഈ ബേസിൻ പോരെ, മതി. വേറെ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നണം. എടുക്കേണ്ടി വന്നാൽ എടുക്കാം. വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് കുതിരാൻ കേട്ടോ. എന്നിട്ട് എങ്ങനെയാണെന്നറിയാവോ? പിഴിഞ്ഞെടുക്കണം. തുണി പിഴിയണ പോലെ. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ എളുപ്പം. ലാസ്റ്റ് മിക്സ് ചെയ്യാം. മറ്റേ കൂടെ ചെയ്തേച്ച് ഒറ്റയടിക്ക് ചെയ്യാം. 2 ബ്രെഡ് മതിയല്ലേ? അത് മതി. ഇത് നനച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇതിലേക്ക് മിക്സ് ആയിക്കോളൂ, കുതിർന്നോളൂ. കുഴച്ച് വെക്കണോല്ലേ? ഇത് കുഴച്ച് വെക്കുമൊന്നും വേണ്ട. കുഴച്ചേച്ച് ഞാൻ അപ്പയ്ക്ക് ഒരു സിംഗിൾ ടീ കൊടുത്തേച്ച് പിന്നെ പണി തുടങ്ങാന്നോർത്താ. ഇറാനി ചായ കൊടുക്കാം. അതിന് ഇറാനി ചായ ഇതെല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ കൊടുക്കുക. ഇറാനി ചായ ഉണ്ടാക്കിയ ഇതുണ്ടാക്കുമ്പോൾ നേരം വൈകും വീഡിയോ പിടിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു സിംഗിൾ ടീ ആദ്യം അങ്ങ് കൊടുക്കാമെന്ന്. അപ്പം പക്ഷെ ഒരു ചായ കുടിക്കോളൂ. അത് 5:30 ആകുമ്പോൾ ഒന്നുകൂടെ കൊടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഇറാനി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇതുണ്ടാക്കണ്ടേ. ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടാ. ഞാൻ ഗരം മസാല എടുത്തു. കോൺഫ്ലവർ ഇട്ടാ. മുറുക്കാൻ കിട്ടാനായിരിക്കും. മുറുക്കം കിട്ടാനാ. പിന്നെ ക്രിസ്പിനെസ്സിനും മുറുക്കം കിട്ടലാണ് പ്രധാനം. ഇവിടെ ഇരുന്നോട്ടെ.
ഇനി ഇടാൻ പോണത് ഇച്ചിരി ഗരം മസാല. ഗരം മസാല അതൊക്കെ ആ ഒരു ഫ്ലേവറിന് ചേർക്കണതാ. ഇതുപോലെ ഗരം ഇത് മതി. നല്ല ഫ്ലേവർ ആണല്ലോ. ഇച്ചിരി മീറ്റ് ഇടാം അല്ലേ? അതെ അതെ അതെ. മുട്ട മസാല ഇല്ല, അല്ലായിരുന്നെങ്കിൽ അത് എഗ് മസാല നല്ലതായിരുന്നു. എഗ് കറി അങ്ങനെ ഉണ്ടാക്കലധികം ഇല്ലാത്തതുകൊണ്ടാട്ടോ. നേരത്തെ ഒരു പാക്കറ്റിൽ ഇത് ഇരുന്നത്, അത് തീർന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഉണ്ടാക്കലങ്ങനെ, മുട്ടക്കറി ഉണ്ടാക്കൽ വളരെ കുറവ്. ഇത് മീറ്റ് മസാല അല്ലേ? അതെ അതെ അതെ. ഇതും അധികം വേണ്ടായിരിക്കും, കുറച്ച് മതി. ഇത് മതി. സ്പൂണും കൊണ്ടങ്ങ് ഇതാക്കാം. ആദ്യം ഞാൻ ഓർത്തു കൊച്ചു ബേസിൻ മതിയായിരിക്കുന്നതേ. ആ ബേസിൻ മതിയാവാതെ വന്നപ്പോൾ മറ്റേ ബേസിൻ എടുത്തു. ആദ്യം തന്നെ അതെടുത്തായിരുന്നെങ്കിൽ ഒരു പാത്രം കഴുകൽ കുറഞ്ഞാനല്ലേ. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. മൊത്തത്തിൽ ബ്രെഡും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചാലേ ശരിയാവുള്ളൂ. എന്നിട്ട് ഉരുട്ടി എടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ ഇതിൽ മുക്കുക. അത് ഫ്രിഡ്ജിലാണ് പൊടിച്ച് വെച്ചേക്കണം. ഈയിടെയായിട്ട് കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെയുള്ള പൊതിഞ്ഞു വറക്കലാ. പൊട്ടറ്റോ പൊതിഞ്ഞു വറുത്തത് നല്ലതായിരുന്നു. അത് നല്ലതായിരുന്നു. അത് ഫുൾ വെജായിരുന്നു. അതെ അതെ അതെ. ഇത് നോൺ വെജ് ആട്ടോ. ഒരു വെറൈറ്റി. ഒരു വെജ് ചെയ്തപ്പോ നോൺ വെജ്. ഞാൻ ഓരോന്ന് ഉരുട്ടാട്ടോ എളുപ്പത്തിന്. പരത്തനുണ്ടോ അതെയോ ബോൾസ് ആണോ? പരത്തനുണ്ട്. മുളക് എല്ലാത്തിലും ഒരെണ്ണത്തിൽ എല്ലാം കൂടെ മുളക് വരരുത്. നോക്കിയതെന്നാ അപ്പയ്ക്ക് മുളകുള്ളത് കൊടുത്ത് മുളക് വടാന്ന് പറയും. അതെ, മുളക് ഉണ്ടെന്നേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മുളക് തന്നെ കിട്ടൂല്ലേ. ഒരു മുളക് നന്നായി എടുത്തിട്ടുള്ളൂ. അതെ അതെ അതെ. ആദ്യം അങ്ങ് ഉരുട്ടാം. എന്നിട്ട് അതിനകത്തേക്ക് മുക്കാം. അപ്പൊ കോൺഫ്ലോറിൽ മുക്കണ്ടല്ലേ ഇനി ഒന്നും വേണ്ട. ഇനി ഡയറക്റ്റ് ഇത് ചെയ്യുക, വറക്കുക. കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഒരു മുളകല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും വീണ്ടും കോൺഫ്ലോറിൽ മുക്കാത്തത്. മിക്സ് ചെയ്യാൻ ചേർത്തത്. അതെ, അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് രണ്ടും. അപ്പം മുറുകിക്കോളും. പിന്നെ ബ്രെഡും നനച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തില്ലേ, അതുകൊണ്ടാ ഞാനത് ശരിക്കും നോക്കിയായിരുന്നു. ഉണ്ടകളെല്ലാം റെഡി ആയല്ലോ. ഒരെണ്ണം ഇച്ചിരി കുഞ്ഞനാ ചെയ്തു വന്നപ്പോഴേ, ഒരെണ്ണം ഇച്ചിരി ചെറുതാ. കുഞ്ഞത് നമുക്ക് അപ്പയ്ക്ക് കൊടുക്കാം. അത് വേണ്ട ഏതായാലും. ഞാൻ ചുമ്മാ അറിഞ്ഞ ആ കട്ട്ലറ്റ് പോലെ തന്നെ. അതുപോലെ തന്നെ കട്ട്ലറ്റ് വട. അങ്ങനെ എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം. കട്ട്ലറ്റ് ആകുമ്പോൾ മുട്ടവെള്ള ഇങ്ങനെ കുറെ ഇച്ചിരി വ്യത്യാസമുണ്ട്. പക്ഷെ വൈകുന്നേരം ഒരു ഐറ്റം ചായക്ക് കഴിക്കാം. അത്രയും. അതിന്റെ പേര് എന്നാന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇട്ടോട്ടെ. വടാന്നിടാം. മുട്ട വടയെന്ന് ഇട്ടാലോ? അത് നല്ലതാ. ഇതിലിരിക്കട്ടെ കേട്ടോ. 2-3 ആക്കി വെച്ചങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കയ്യിൽ ഈ ഒട്ടിപ്പിടുത്തം അതെനിക്ക് തീരെ ഇഷ്ടമല്ല. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത്. ഓരോന്നോരോന്നതേ മുക്കിയെടുക്കാം നമുക്ക്. വേറെ എന്തെങ്കിലും മുക്കാത്ത കൊണ്ട് നമുക്ക് ഇച്ചിരി പിടിക്കാൻ പാകത്തിനങ്ങ് ഇരിക്കട്ടെ. നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടോ. എഗ് വട. അതെ, അല്ല, വടകൾ റെഡി ആയില്ല. വടകളെല്ലാം റെഡി ടു ഫ്രൈയിലേക്ക് എത്തി. അത്രയും വരെ ആയി. ഇനി പറഞ്ഞു നിന്ന എണ്ണ ചൂടായി. എണ്ണയിലേക്ക് വെക്കാം. ഇപ്പോൾ ഓരോന്ന് എണ്ണയിലേക്ക് വെക്കാം. മൂന്നെണ്ണം വെക്കാം അല്ലേ? 3 വെക്കാം. എണ്ണ മുങ്ങിക്കിടക്കണം. നമുക്കതങ്ങ് കയ്യിൽ കൊണ്ട് ശരിയാക്കാം. അത് നമ്മുടെ സ്ഥിരം ടെക്നിക്ക്. അമ്മയുടെ ടിപ്പ്. അതെ, ടിപ്പ്. ഒരെണ്ണം കൂടെ സൈഡിൽ വെച്ചാലോ? ചെറുതുണ്ടെങ്കിൽ വെച്ചോ. ചെറുതുണ്ട്. കാരണം ഒറ്റയടിക്ക് അത്രയും തീരട്ടെ. കാരണം ചായയുടെ സമയം കഴിഞ്ഞൂടെ. നല്ല മൂത്ത വെളിച്ചെണ്ണയുടെ മണം. വെളിച്ചെണ്ണയിലാ ചെയ്തേക്കണേതാ. ഇനി നമുക്ക് കോരി മുകളിലേക്ക് ഇടുക. നനങ്ങി കിട്ടണം. അല്ലെങ്കിൽ ആ ഭാഗം എണ്ണയില്ലാതെ ഇങ്ങനെ ഉണങ്ങിയിരിക്കും. ഡ്രൈ ആയിട്ട് അതൊരു സുഖമില്ല. എല്ലാ ഭാഗത്തും എണ്ണ ചേരണം. നന്നായിട്ട് കുതിർന്ന് കിടക്കണം. അതാണ് വേണ്ടത്. അത് ഈ ചീനിച്ചട്ടിയായിട്ടാണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ വരില്ല. അന്നേരം അതിന് അങ്ങനെ കുഴിയുള്ളത് നമുക്കധികം ഇല്ല. നോൺ സ്റ്റിക്കിൻ്റെ നല്ല കുഴി വേണം ഇതിന്. നല്ല കുഴി വേണം. എണ്ണയിൽ മുങ്ങി കിടക്കണ്ടേ. കുഴിയുള്ളതൊക്കെ പിന്നെ വലുതാണ്. പിന്നെ ആ ചെറുത് പറ്റൂല. അത് 2 ഇടാൻ പറ്റുള്ളൂ. അത് ആ കുഞ്ഞത് ചീനിച്ചട്ടി പോലത്തെ കടുക് വറുക്കണ പോലത്തെ അത് പറ്റൂല. ഇനി ആവട്ടെ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്.
നമുക്ക് ഓരോന്നായിട്ട് കോരി ആ കോരന്റെ സമയമായി കറക്റ്റ് പാകം. കറക്റ്റാ. ഈ ഇരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് മുറുകും കേട്ടോ. അതെ അതെ, മുറുകുമല്ല മുറുകുമല്ല, ആ മൂക്കും അത് തന്നെ. ആ കോൺഫ്ലവറിൻ്റെ പൊടിയാട്ടോ കിടക്കണം. നമുക്ക് അടുത്തത് കോരുമ്പോഴേ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതാണ് ഈ ഇങ്ങനെ ഈ കളർ വന്നേക്കണം. ഇനി നമുക്ക് അതൊന്ന് അതിൽ നിന്ന് കോരി എടുത്തിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് വയ്ക്കണോളൂ. ഇച്ചിരി താമസം വരും അടുത്തത് വെക്കാൻ. കാരണം ആ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കരിഞ്ഞ കളറാവും, വേവോ ഇല്ല, അതൊരു സുഖമില്ല. അപ്പം നമുക്ക് എണ്ണ ഒരു ഇതിലേക്ക് മാറ്റി വെച്ച് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പോരൂല. എണ്ണ കപ്പിലേക്ക് ഒഴിക്കാം, എന്നിട്ട് ചെയ്യാം. കപ്പൊന്ന് കഴുകണമെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് ആ മുരി കളഞ്ഞ് വെച്ചെടുക്കാം. വേണ്ടോ ആ ബ്രെഡ് ക്രംസ് ഇതങ്ങ് കളയാം. എന്നിട്ട് എണ്ണ ഒഴിച്ച് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. ഫസ്റ്റ് ടൈമാണ്, പക്ഷെ ബ്രെഡിന്റെ മുക്കി ഇത് എന്നാണെങ്കിലും കുറച്ച് അതിൽ പറ്റിപ്പിടിച്ച് പോരൂല. അപ്പം ഞാനിത് കളഞ്ഞേച്ച് വരാം. തൊട്ടിലേക്ക് തൽക്കാലം ഇട്ടേച്ച് വേഗം വരാൻ ചെഞ്ചട്ടിയും കൊണ്ട്. എന്നിട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഇപ്പം നല്ല ക്ലിയർ ആയി. അല്ല എണ്ണ ക്ലിയർ ആവൂലോ. അങ്ങനെ ഇത് അടുത്ത ട്രിപ്പും ആയി. ഞങ്ങൾ കോരുവാട്ടോ. അതെ, ഓരോന്നേ ഞാൻ എടുക്കണം. എനിക്ക് പേടി ചെയ്ത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോരുമോന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. ഇനി ഈ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കില്ല. ഇത് ത്രോയിറ്റവേ, കാരണം വേറെ നിവൃത്തിയില്ല. അത് എങ്ങനെ പൊരിയായി കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് കോരിയപ്പോൾ തന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ കൊണ്ടേ കപ്പിലേക്ക് മാറ്റി നിങ്ങളെ കാണിച്ചില്ലേ, മാറ്റി വെച്ചാണ് ഞാൻ സെക്കൻഡ് ട്രിപ്പ് വറക്കാനിട്ടത്. എന്നിട്ട് ഈ കോൺഫ്ലവറും കോൺഫ്ലവർ അല്ല ബ്രെഡിന്റെ ഇതിൽ മുക്കി വെച്ചില്ല. അപ്പം ഞങ്ങൾ നന്നായിട്ട് കോട്ടിങ് പിടിക്കാൻ വേണ്ടി മുക്കിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരുപാട് ഇതിലേക്ക് വീഴും. അപ്പം അത് പിന്നെ ഉപയോഗിക്കാൻ എന്തായാലും കൊള്ളില്ല, അതുകൊണ്ട് അത് എടുക്കില്ല. ഇനി അത് മാറ്റുള്ളൂ. ഈ ചീനിച്ചട്ടി നല്ലതാട്ടോ ഇതിന് ഉപയോഗിക്കാൻ. ഈ ചീനിച്ചട്ടി നല്ലതാ. ഇനി മാറ്റിയേക്കട്ടെ എന്നാ. ഇനി എണ്ണ വാർന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വെക്കാം. ഇത് ഒന്ന് കടിച്ച് കാണിക്കാം. ഞാൻ കുറച്ച് ഞാനാ കടിച്ച് കഴിക്കണം. സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഞാൻ കഴിച്ചു, നല്ല രുചി. അപ്പയ്ക്കും കൊടുക്കാം. കൊണ്ട് കൊടുത്തേച്ചു ചായ ആക്കട്ടെ കേട്ടോ. ഇത് കൊടുത്തേച്ചു. എണ്ണ വാർന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എടുക്കാം. എണ്ണ വാലണം. അപ്പോൾ ചൂട് കട്ട്ലറ്റും ചൂട് ചായ മതി. കടുപ്പ. വൈകിട്ട് ഇറാനി ചായ. ഞാൻ കപ്പെടുക്കാം. അമ്മതേ വൈകുന്നേരം ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുപോയി വെച്ചത് കേട്ടോ. ഞാനാണ് ഇന്ന് ട്രയൽ നടത്താൻ പോണത്. അപ്പ പുറത്തേക്ക് ഇറങ്ങി പരിപാടികളൊക്കെ ആയിട്ട്. വൈകുന്നേരം ആകുമ്പോൾ അപ്പയ്ക്ക് കുറച്ച് ആക്ടിവിറ്റികൾ പറമ്പിലുണ്ടാവും. അത് കഴിഞ്ഞ് വരുമ്പോ കാപ്പിയുടെ കൂടെ കൊടുക്കാം നമുക്ക്. അപ്പൊ നീ കഴിച്ചു നോക്കിയിട്ട് നിന്റെ അഭിപ്രായം ഷെയർ ചെയ്തേ. അപ്പൊ ഇറാനി ചായ ഉണ്ടാക്കിയില്ലല്ലോ. സമയെടുക്കും, പാല് വറ്റിക്കണ്ടേ. ചായ അമ്മയുടെ കേട്ടോ. ഞാൻ ഇറാനിയാ കുടിക്കണേ. ഇറാനി ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തേക്ക് ഇതിന്റെ ടേസ്റ്റിംഗ് ടൈം പോകും. അതായത് ചൂടാറും. എനിക്ക് വേറെ ഡ്യൂട്ടി ഉള്ളത് കാണിക്കാൻ നമുക്ക് പുറത്തേക്ക് വരുകയും ചെയ്യണം. അതെ. നോൺ സ്റ്റോപ്പ് ഷൂട്ടാ നടന്നോണ്ടിരിക്കുന്നത്. അയ്യോ, ഈ വീഡിയോ കഴിഞ്ഞ അടുത്തതിലേക്ക് ഉടനെ തന്നെ കേറുക. ഞാൻ ഇന്നത്തെ വീഡിയോ പോലും കണ്ടിട്ടില്ല. ഇനി വീഡിയോ കാണണം. വന്നേക്കണ വീഡിയോ നമ്മുടെ അത് കണ്ടാ ഈ പരിപാടി നടക്കില്ലായിരുന്നു. അതാ വാട്ട് അമ്മ ഡിഡ് ഇൻ എ ഡേ അതർ ദാൻ കുക്കിങ്ങിന്റെ ഷൂട്ട് ഇതിന്റെ കൂടെ നടന്നോണ്ടിരിക്കുക കേട്ടോ. അതെ, അതൊക്കെയാണ് വിഷയം. അതിന്റെ ഇടയ്ക്ക് മെമ്മറി തീരും, അതിന്റെ ഇടയ്ക്ക് നെറ്റ് തീരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അനുഭവിച്ചാ വളരുന്നത്. ഇനി കഴിച്ചോ, എന്നിട്ട് അടുത്തതിന് പോകാം. നല്ല ചൂട് മുരിഞ്ഞ വട അങ്ങനെ റെഡി ആയിട്ട് എന്നെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ കെച്ചപ്പാണ് ഞാൻ എടുത്തത് കൂടെ തൊട്ട് കഴിക്കാനായിട്ട്. മുറിച്ചപ്പാ കിരിയൊരു ശബ്ദം കേട്ടോ. നല്ല ചൂടോടുകൂടി കഴിക്കണം, അതാണ് കേട്ടോ രസം. ചായയൊക്കെ ഞാൻ മറന്നേ പോയി. നന്നായിട്ട് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട്, പുറമേയും നല്ല കറക്റ്റ് ഫ്രൈഡ് ആയിട്ടുള്ള പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, വേഗം കഴിക്കാട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ ടേസ്റ്റിംഗ് അല്ല, കാരണം അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായി. എങ്കിലും നിങ്ങളെ ഒന്ന് കണ്ട് കൊതിപ്പിക്കണ്ടേ. ദേ ഇവനാണ്. അപ്പോൾ സോസിലൊന്ന് മുക്കിയിട്ടാണ് ഞാൻ കഴിക്കണേ കേട്ടോ. നല്ല രസമാണ്. വൈകുന്നേര സമയത്ത് ചുടു ചായയുടെ ഒപ്പം ഇതുപോലെയുള്ള നല്ല മൊരിഞ്ഞ വടകൾ, കട്ട്ലറ്റ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ നല്ല രസമല്ലേ. പ്രത്യേകിച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇറ്റ്സ് നൈസ്. കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇറ്റ്സ് വെരി വണ്ടർഫുൾ.
ഇത്രയും നാൾ ഉണ്ടാക്കിയ വടകളിലും കട്ട്ലറ്റുകളിലും ഒക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോഴാണ്. സാധാരണ നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ അല്ലെങ്കിൽ മുട്ടയിലൊക്കെയാണ് നമ്മൾ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് അങ്ങനെയൊക്കെയാണ് വറുക്കാറ്. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. ശരിക്കും കാണുമ്പോഴും നല്ല ലുക്കുണ്ട്, നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. ഞാനത് മിക്കവാറും ഒരു 3-4 എടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. നല്ല മൊരിവുണ്ട് കേട്ടോ. എനിക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സ്പീക്കറിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാനിവ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും കേട്ടോ. അതെ, നല്ല സൂപ്പറായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മുളക് അവോയ്ഡ് ചെയ്യായിരുന്നു, പകരം പെപ്പറിട്ടാൽ മതിയായിരുന്നു. കാരണം എനിക്കിതിങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുളകായിരിക്കും. അതോടെ നമ്മുടെ എല്ലാ ഇൻട്രസ്റ്റും തീരും അല്ലേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈവനിങ്.